വെൽക്കം ടു രജാൻസ്. നമ്മുടെ വീഡിയോയാണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇതാട്ടോ. ഇത് ശരിക്കും 80 ഗ്രാം ഓർഗൻസ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ്. 80 ഗ്രാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓർഗൻസ ഫാബ്രിക് ആട്ടോ. അപ്പൊ അതാ ഒരു വിസ്കസ് ഓർഗൻസിന്റെ ഏകദേശം അതിനോട് തന്നെ റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ ഒരു നല്ല ഓർഗൻസ തന്നെ കൂടിയ ഫാബ്രിക്. അതിൻ്റെ അകത്ത് ചെറുതായിട്ട് നമുക്ക് ആ ഒരു യോക്ക് പോർഷനിലല്ലാതെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ്. ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് എന്താ പറയാ കുഞ്ഞു ഷുഗർ ബീഡ്സിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ഗ്രീൻ ആണ് കോമ്പിനേഷൻ. അതിൽ കുഞ്ഞു ഫ്ലവേഴ്സും ഉണ്ട്. കളറിന് ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു ഗ്രീൻ ടോണാണ്, ഒരു ഡാർക്ക് ഒരു ടൈപ്പ് ഗ്രീൻ ആണ്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് കളർ കിട്ടണില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട്. കാരണം വൈറ്റ് ഒരു ഡിസൈൻ യോക്കിൽ നോർമലി കൊടുക്കുന്നത് അങ്ങനെ മാറ്റിക്കുന്നുണ്ട്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും നല്ല രസമായിട്ടോ കാണാൻ. ആ ഒരു ഫ്ലവർ പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ട് ഇതിങ്ങനെ ആ കോമ്പിനേഷൻ അത് വെച്ചിട്ട് അകത്തോട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കുഞ്ഞു കുഞ്ഞായിട്ട് ഫ്ലവേഴ്സ് ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഗ്രീൻ്റെ തന്നെ ഒരു വെറൈറ്റി കളർ എന്ന് പറയാം. അപ്പൊ ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ബോർഡർ വരുന്നത്. നല്ല രസമാട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു ഐറ്റം. നമുക്കൊരു സിൽക്ക് ഒക്കെ ഇടുന്ന പോലെ തന്നെ ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. താഴെ ബോർഡറിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളറാണ്. ടോപ്പിന്റെ ആ ഒരു സെയിം കളർ തന്നെയാണ്. സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. പിന്നെ നമ്പർ U880, റേറ്റ് 1890 1890. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര കളർഫുൾ ആയിട്ട് താല്പര്യം ഇല്ലാത്തവർക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ ചാർട്ടാണ് ഇതിലേക്ക് വന്നേക്കുന്നതെല്ലാം. കുറേ ഷെയ്ഡ് കേട്ടോ. ഇങ്ങനത്തെ മോഡൽ വരുന്നതിൻ്റെ അകത്തൊക്കെ എനിക്ക് തോന്നുന്നു 5-6 ഷെയ്ഡ്സ് ഒക്കെ വരാറുണ്ട്. എല്ലാം അത്ര നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. അപ്പൊ അതിൻ്റെതായ ലുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡ് ഇടുന്നത് വേറൊരു ലുക്ക്, നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഇടുന്നതും അതും ഒരു ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ ഈ ഒരു ഓഫ് വൈറ്റിലുള്ള ആ ഒരു കോമ്പിനേഷനും ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ആ ഒരു ഫീൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. പാർട്ടി വെയർ അടക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ താഴത്തെ ആ ഒരു ഡിസൈനും ഒക്കെ ആണെങ്കിലും നല്ല രസമില്ലേ. താഴെയായിട്ട് മൊത്തത്തിൽ തന്നെ ആ ഒരു ഫ്ലവർ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു ഡീസൻറ്റ് വർക്ക് കേട്ടോ. ഒരുപാട് ഓവറായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ടോപ്പിലും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ പോലത്തെ ഡിസൈൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞായിട്ട് ഫ്ലവേഴ്സ് കുഞ്ഞായിട്ട് അതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്, ഒരു നെഗറ്റീവ് പ്രിന്റിങ്ങിനൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്ക് അതിൻ്റെ അകത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോട്ടം സെയിം കളർ തന്നെയാണ്. പിന്നെ നമ്പർ U877, റേറ്റ് 1890. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ആട്ടോ. ഇതിൻ്റെ അകത്ത് കാണുന്ന പോലെ ബ്ലൂ അല്ല, ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. നല്ല വലിയ ഷോളാട്ടോ. താഴെ ഈ ഒരു ടാസിൽസിലുണ്ട്, നല്ല ലെങ്ത്തും ഉണ്ട്. ടോപ്പിനും അത്യാവശ്യം നല്ല ലെങ്ത്ത് കിട്ടും. മടക്കി വെച്ചേക്കുന്നതാണ്. ബോട്ടം സെയിം കളർ തന്നെയാണ്. ഇതിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു പ്രിന്റ് ഉണ്ട്. പിന്നെ ഫ്ലവറിന്റെ പാറ്റേണിൽ ആ ഒരു പ്രിന്റും ഉണ്ട്. അകത്ത് കുഞ്ഞു കുഞ്ഞായിട്ടൊരു ചെറിയൊരു പ്രിന്റ് കൂടെ വരുന്നുണ്ട്. നേരിട്ട് നല്ല ഭംഗി തന്നെയാണ്. ശരിക്കും പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. സിൽക്ക് പോലൊക്കെ കടന്നോളും. എന്നാൽ ആ അത്രയും റേറ്റ് കൂടിയ ഐറ്റംസ് ഇടുന്നതിൻ്റെ ലുക്ക് ഉണ്ട് താനും. ബോട്ടം സെയിം കളർ തന്നെയാണ്. സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. ഇതിന്റെ നമ്പർ വരുന്നത് U879, റേറ്റ് 1890. അടുത്ത ഷെയ്ഡ് ഇതും ഭയങ്കര വെറൈറ്റി ഷെയ്ഡ് ആട്ടോ. അതായത് പീച്ചിന്റെ ഒക്കെ ഒരു ടൈപ്പ് ഒരു കളർ എന്ന് പറയുന്നത്. എന്നാൽ നോർമൽ പീച്ച് അല്ല, ആ ഒരു കളർ ചാർട്ട് അത്രയും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതും സെയിം തന്നെ വൈറ്റ് കളർ ഷുഗർ ബീഡ്സിന്റെ ഡിസൈൻ ആയി ചെയ്തേക്കുന്നത്. ദുപ്പട്ടയും സെയിം കോമ്പിനേഷൻ. നല്ല രസമായിട്ട് ഈ ദുപ്പട്ട കാണാനും. ഇതുപോലെ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലവർ പാറ്റേണിൽ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ് ആണെങ്കിലും ഭയങ്കര തെളിഞ്ഞൊന്നും നിൽക്കത്തില്ല. ആ കളറിന് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്രിന്റ് പോയിരിക്കുന്നത്. നോർമൽ ഓർഗൻസേക്കാളും കുറച്ചൊരു ഡിഫറെന്റ് ലുക്ക് ആട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 80 ഗ്രാമിൻ്റെതായ ഒരു കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടുതൽ നമുക്ക് കാണുമ്പോൾ തോന്നിക്കും. ഇതിന്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ U878, റേറ്റ് 1890. ഇതൊരു ഗ്രേ ടോൺ ആട്ടോ. അതായത് ഭയങ്കര കളർഫുൾ ആയിട്ട് പറയാൻ പറ്റില്ല. ലൈറ്റ് ഷെയ്ഡാണ്, എല്ലാം ലൈറ്റ് ആണ്. എന്നാലും ഇതിനെ എങ്ങനെയാണ് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കളറായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഗ്രേഡ് തന്നെ കുറച്ച് ഗ്രീൻ ടോൺ ഉണ്ട്, മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. അതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കൂടെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസിന്റെ ഡിസൈൻ ഉണ്ട്. പിന്നെ ഷുഗർ ബീഡ്സും അത് കുഞ്ഞായിട്ട് സീക്വൻസിന്റെ ഡിസൈനും. ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ആ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ട ഇതുപോലെ വരുന്നത്. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് U875, റേറ്റ് 1890. നമുക്ക് ഇത് ലാസ്റ്റ് കളർ ഇതാ കേട്ടോ. ഗ്രീനിന്റെ ഷെയ്ഡ് തന്നെയാണ്. നല്ല ഗ്രീൻ ആട്ടോ. ഇതിലും ആ ഒരു സെയിം തന്നെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് കുറച്ചൊരു നല്ല പാറ്റേണിലൊക്കെ ചെയ്തെടുത്താൽ നല്ല സ്റ്റിച്ചിങ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കുള്ള ഐറ്റം ആട്ടോ ഇത്. വീനൊക്കെ കൊടുത്ത് ചെയ്താലും ഭയങ്കര ഒരു ലുക്കായിരിക്കും. കാരണം ഇങ്ങനത്തെ മോഡലൊക്കെ വീനക്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു 3000 റേഞ്ചിലൊക്കെ, 3000-4000 റേഞ്ച് വരെയൊക്കെയുള്ള ഐറ്റംസ് വരാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത്രയും ലുക്കുള്ള ഐറ്റം ആട്ടോ. നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് പറയുന്ന ടൈപ്പ് ഐറ്റമാണ്. സിൽക്ക് പോലെ തന്നെ കടന്നോളും. നല്ല വെറൈറ്റി ഐറ്റം ആട്ടോ. ഇതിന്റെ സൈഡ് ബോർഡർ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിന്റെ ആ ഒരു കട്ടിങ് ചിലതിന് അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് അതിന്റെ വെച്ചാൽ ഭയങ്കര ഫിനിഷിങ്ങിലായിട്ടല്ല, അങ്ങനെ അറിയുമൊന്നുമില്ല. എന്നാലും ലോക്ക് ചെയ്ത് പോയാലും നല്ല കേട്ടോ. ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. നമുക്ക് ഇതിന്റെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. നമ്പർ U876, റേറ്റ് 1890.